ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ഫ്രൂട്ട് ക്രീം ആണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ ഇതിന്റെ പേര് ഫ്രൂട്ട് ക്രീം ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിൽ ക്രീമോ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ മഖാനയാണ് എടുത്തിട്ടുള്ളത്, അതായത് താമരയുടെ വിത്ത്. അപ്പൊ ഇതിൽ ഒരുപാട് മിനറൽസും അതുപോലെ തന്നെ ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വിത്താണ്. അപ്പൊ ഈ ഒരു മഖാന എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻ ആണ്. ഇപ്പൊ ഞാനിവിടെ 1 കപ്പ് മഖാന എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ആണ് എടുത്തിട്ടുള്ളത്. മാർക്കറ്റിൽ നമുക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള കിട്ടും, അതുകൊണ്ടാണ് ഞാൻ പ്ലെയിൻ എടുത്ത് പറയാൻ കാരണം. ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്തതാണ്. ഇതിപ്പോ റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് പൊടിഞ്ഞിട്ട് വരും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഫ്രൂട്ട് ക്രീമിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു മഖാനയും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ആണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 10 കാഷ്നട്ടും അതുപോലെ തന്നെ ഒരു 10 ബദാമും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ബദാമിന്റെ തൊലി ഒന്ന് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളപ്പിച്ച 1 കപ്പ് പാലാണ്. അപ്പൊ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് മഖാനയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ക്രീം ഒരു സ്ട്രോബെറി ഫ്ലേവറിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറീസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ സ്ട്രോബെറി ഒക്കെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സ്ട്രോബെറി അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നീട് നല്ല വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അപ്പൊ സ്ട്രോബെറിയുടെ അളവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഒരു 9 തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടപ്പം തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പൊ മഖാനയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഞാനിതാ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ നട്ട്സിന്റെ തരികളോ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും മാക്സിമം നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു ക്രീം പരുവത്തിലാക്കാൻ വേണ്ടി നോക്കുക. ഇപ്പൊ ഞാനിവിടെ അരച്ചെടുത്തതിലും കുറച്ചൊക്കെ, അതായത് ചെറിയ ചെറിയ നട്ട്സിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഇതൊരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഖാന അതുപോലെ സ്ട്രോബെറി ഒക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു റെസിപ്പി നമുക്ക് 2 രീതിയിൽ സെർവ് ചെയ്യാം. അതായത് ഞാനിപ്പോ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്ന നേരത്താണ് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം. ഇപ്പൊ ഞാൻ എന്തായാലും ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ക്രീം നന്നായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ക്രീമി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് വെള്ളമുള്ള ഫ്രൂട്ട്സ്, അതായത് തണ്ണിമത്തൻ, ഓറഞ്ച്, പൈനാപ്പിൾ ഒക്കെ പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാതിരിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കാൻ നേരത്ത് ചേർത്തിട്ട് എടുക്കുക. ഇത് നേരത്തെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീം ഒക്കെ വെള്ളം പോലെയാവും. പിന്നെ ഈ ഒരു തിക്നെസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിവിടെ ഒരു 1/4 കപ്പ് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് റോബസ്റ്റ പഴം അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് കുരുവില്ലാത്ത കറുത്ത മുന്തിരി, പിന്നെ 1/4 കപ്പിലും കുറച്ചും കൂടെ കുറവ് സ്ട്രോബെറി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ഫ്രൂട്ട് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.